ഹലോ ഗൈസ്, പ്രകൃതി രമണീയമായ ഈ ഗ്രാമീണ വഴിയിലൂടെ ഞങ്ങൾ പോകുന്നത് ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണേ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് കല്യാണ ചക്കനും പെണ്ണും. നീലട്ടാർപ്പായും കസാരയും കണ്ടപ്പോഴേക്കും ഇവർ ചാടിക്കേറി ഇരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഞാനും കൂടി ഇരുന്ന് കളയാം. അങ്ങനെ ഒരു കുടുംബശ്രീ ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഫുഡ് കഴിക്കാനും നേരമായി. ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ സാലഡും വന്നു, അച്ചാറും വന്നു, വെള്ളവും വന്നു, ലാസ്റ്റ് ബിരിയാണിയും വന്നു. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാടിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കണം. കത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു കുടിക്കാൻ മാത്രമായിട്ടുണ്ട് എന്നാ. ഇതങ്ങനെ കുറെ ആൾക്കാര് നീലത്താർപ്പയും കസേരയും കാണുമ്പോ കുറ്റിയും പറിച്ചു പോകുന്നുള്ളൂ. ഇഡ്ഡലിയും സാമ്പാറും കേട്ടാൽ ഇവനൊക്കെ നാണമുണ്ടോ? ഇത് കടം അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വയലിലേക്കാണ്. കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. വയലിലേക്ക് കുത്തനെയുള്ളൊരു ഇറക്കമാണ് കേട്ടോ ഇത്. അടിപൊളിയായൊരു സ്ഥലമാണേ. അങ്ങനെ കപ്പത്തോട്ടത്തിലൂടെ എല്ലാവരും നടക്കുകയാണ് സുഹൃത്തുക്കളെ. വയലിലേക്ക് ഞങ്ങൾ സാറിനെയും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കണ്ടത്തിലെത്തിയില്ല കേട്ടോ, അപ്പോഴേക്കും തുടങ്ങി ഫോട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ചെക്കനെയും പെണ്ണിനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കാണുന്നുണ്ടാണെന്ന് അറിയില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ. വെയിൽ നല്ല കുറവായിരുന്നു. ആനന്ദും അർച്ചനയും കൂടി ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ആനന്ദ് എടുത്തു കൊടുക്കുകയാണ് അർച്ചനേൻ്റെ ഫോട്ടോ ഇരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ വരാനായതുപോലെ ഉണ്ട്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. നല്ല മഴ വരുന്നതുകൊണ്ട് ഷിഹാബിനോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. വലിയ രീതിയിൽ മഴ പെയ്യുന്ന മുന്നേ വേഗം നമുക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല മഴക്കാറുണ്ട്. ഈ കാണുന്ന ബൈക്ക് ആനന്ദ് പുതിയത് വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ആകെ ഒരു കുടയാട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മഴ പെയ്യുന്നത് കണ്ടിട്ട് അടുത്ത വീട്ടിലത്തെ ചേച്ചി പറഞ്ഞു ഞങ്ങളോട് മഴ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇങ്ങോട്ടേക്ക് കയറിക്കാം. അങ്ങനെ ഞങ്ങൾ ആ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കുറേ കാലത്തിന് ശേഷം കാണുന്ന ഫ്രണ്ട്സും ഒരു മഴയും അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. അത് കാവ്യ എവിടെയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചീനോട് പറഞ്ഞിട്ട് 2 ഓട്ടോ വിളിപ്പിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ഓട്ടോയിലും ഒരു ബൈക്കിലും ഒരു സ്കൂട്ടിയിലുമായിട്ട് അഞ്ചുകുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇറങ്ങുന്നത് ശരത്താണ്. ശരത്തിന് ഇനി കാസർഗോഡ് എത്തണം കേട്ടോ. ജസ്നയ്ക്ക് കണ്ണൂരും അനഘയ്ക്ക് പേരാമ്പ്ര എത്തണം കേട്ടോ. അഞ്ചുകുന്ന് അധിക സമയം നിൽക്കേണ്ട വന്നില്ല കേട്ടോ. അപ്പോഴേക്കും മാനന്തവാടി ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരും യാത്ര പറഞ്ഞ് മാനന്തവാടി ബസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. ഞാൻ പോകുന്നു. ബൈ.